കമ്മിങ് ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ ജനറലി സെന്റൻസിന്റെ വേർഡ് ഓർഡർ ഒന്ന് നോക്കാം. ഷി വാസ് ടയേർഡ്, ഷി വാസ് ഹാപ്പി, ഷി വാസ് സാഡ്, ഷി വാസ് ആംഗ്രി, വാട്ട് എവർ ദേ വർ. വാസ്ത കാണിക്കുന്നത് എന്താണ്? ഏത് ടെൻസാ? പാസ്റ്റ് ടെൻസ്. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ എന്ത് വരും? ഷീസ് ഹാപ്പി എന്ന് വരും. ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതൊക്കെയാണെങ്കിൽ ഈസ് ആം ആർ എന്നൊക്കെ ആണെങ്കിൽ അത് പ്രസന്റ് ടെൻസിലുള്ള സബ്ജക്റ്റിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. വാസ് ആൻഡ് വേർ എന്നുള്ളതാണ് പാസ്റ്റ് ടെൻസിൽ ബി വെർബ് ഫോമുകൾ ഉള്ളത്. അതില് ഐക്ക് പ്രത്യേകമായിട്ടൊരു ഫോം ഒന്നുമില്ല. എന്നാൽ പ്രസന്റ് ടെൻസിലുണ്ട് ഐ ആം, ആംന്നേ വരുള്ളൂ. പക്ഷെ അവിടെ അതില്ല. ഐ ആണെങ്കിലും വാസ് തന്നെ ഉപയോഗിക്കുക. പ്ലൂറൽ ആണെങ്കിൽ വേർ എന്ന് ഉപയോഗിക്കുക. യു വർ ബിസി, യു വർ ടയേർഡ്, ദേ വർ ടയേർഡ്, ഷീ വാസ് ടയേർഡ്. അങ്ങനെ ആ വെർബിന്റെ ബി വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഫോം ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇനി അടുത്തത് ഷീ പ്ലേസ് വെൽ. അവൾ നന്നായി കളിക്കുന്ന പറയുന്നത്. പ്ലേ എന്നുള്ളത് വെർബാണ്. പ്ലേസ് എന്ന് വരാൻ കാരണം ഷീ ആയതുകൊണ്ടാണ്. ഇനി ഇതിനകത്തൊന്ന് പാസ്റ്റ് ടെൻസിലേക്ക് ആക്കണമെങ്കിൽ വെർബിന് പാസ്റ്റ് ടെൻസ് ഫോം ഉണ്ടല്ലോ. വെർബിന്റെ 3 ഫോംസ് ഉണ്ട്. V1, V2, V3. അതായത് ഇത് ബേസ് ഫോം, ഇത് പാസ്റ്റ് ടെൻസ് ഫോം, ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അങ്ങനെ അതൊക്കെ കുറെ എണ്ണത്തിന് മനസ്സിലാക്കുക. ഇവിടെ ഷീ ഇത് പാസ്റ്റ് ടെൻസ് ആവുമ്പോൾ ഷീ പ്ലേഡ് വെൽ. അവൾ നന്നായി കളിച്ചിരുന്നു എന്നാ പറയുന്നത്. ഇവിടെ കളിക്കുന്നു എന്നാണെങ്കിൽ. ഇനി ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിലോ ഷീ വിൽ പ്ലേ വെൽ. ഇങ്ങനെയും കുറച്ച് സെന്റൻസുകളെ മാറ്റുക. ഷീ വിൽ പ്ലേ വെൽ എന്ന് പറയുന്നത് ഫ്യൂച്ചർ. അവൾ നന്നായി കളിക്കും. ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്. ഷീ വിൽ പ്ലേ വെൽ. ഇനി ഷീ പ്ലേഡ് വെൽ എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആയി. പ്ലേസ് എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് ടെൻസ് ആണ്. ഇനി ഷീക്ക് പകരം പ്ലൂറിൽ ചേർത്താലോ ദേ പ്ലേ വെൽ എന്ന് വരും. ദേ പ്ലേഡ് വെൽ, ദേ വിൽ പ്ലേ വെൽ. അത്ര തന്നെ. ഇതാണ് ഈ ഒരു മാറ്റം. ഇതും ഇങ്ങനെ കുറേ സെന്റൻസുകൾ മാറ്റി. സെൽഫ് സ്റ്റഡി ഈസ് ദ ബെസ്റ്റ് വേ ടു ഇംപ്രൂവ് യുവർ സെൽഫ്.